നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് അവതരണം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ആരംഭിച്ചു. ചരിത്രത്തിലാദ്യമായാണ് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ പരമ്പരാഗത കാഞ്ചീവരം സാരി ധരിച്ചാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണത്തിനെത്തിയത്. രാജ്യത്തിന്റേത് സ്ഥിരതയുള്ള വളർച്ചയെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷനു വേണ്ടി 40,000 കോടി, കണ്ടെയ്നർ നിർമ്മാണത്തിന് 5 വർഷത്തേക്ക് 10,000 കോടിയും അനുവദിച്ചു. ഒഡീഷ, കേരള, ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ധാതുമണൽ ഖനനത്തിന് പ്രത്യേക ഇടനാഴി പദ്ധതി ഖനനം, സംസ്കരണം എന്നിവയടക്കം വർദ്ധിപ്പിക്കും. ഇന്ത്യയെ ഗ്ലോബൽ ബയോഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ 10,000 കോടിയും ബജറ്റിലുണ്ട്. തിരുവത്ര EMS നഗർ പടിഞ്ഞാറ് താമസിക്കുന്ന മധ്യവയസ്കനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻ കടപ്പുറം മരക്കാറകത്ത് 52 വയസ്സുള്ള ഹമീദിനെയാണ് മുഖം മൂടി ധരിച്ച സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്ന് പറയുന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. തനിച്ച് താമസിക്കുന്ന ഹമീദ് അയൽവാസിയെ വിളിച്ചറിയിക്കുകയായിരുന്നു. കഴുത്തിലും കാലിലും ഗുരുതര പരിക്കേറ്റ ഇയാളെ ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് 6 വർഷം കഠിന തടവ്. 12-കാരനെ ഫോണിൽ അശ്ലീല വീഡിയോ കാണിച്ച് ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് 52 വയസ്സുള്ള ഒരുമനയൂർ മങ്ങാടി വീട്ടിൽ സജീവനെ ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി 6 വർഷം കഠിന തടവിനും 40,000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. 2023 ജൂൺ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ SCPO ഷൌജത്ത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI അനിൽകുമാർ PS FIR രജിസ്റ്റർ ചെയ്തു. SI സെസിൽ ക്രിസ്ത്യൻ രാജ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി 12 സാക്ഷികളെ വിസ്തരിച്ചു. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ 18 രേഖകൾ ഹാജരാക്കി. കുട്ടിയുടെ ഇളയ സഹോദരനെയും കൂട്ടുകാരനെയും ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയതിന് 130 വർഷവും 110 വർഷവും 2 കേസുകളിലായി ഇതേ കോടതിയിൽ നിന്നും ശിക്ഷ അനുഭവിച്ചു വരികയാണ് പ്രതി. പിഴ അടയ്ക്കാത്ത പക്ഷം 4 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അതിജീവതയ്ക്ക് നൽകാനും ഉത്തരവായി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ സി എന്നിവർ ഹാജരായി. വിസ്താരവേളയിൽ ലൈസൺ ഓഫീസറും CPOയുമായ A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. കോട്ടപ്പടി സെന്റ് ലാസറസ് ഇടവകയിലെ സീനിയർ CLCയുടെ കുടുംബസംഗമം ആഘോഷിച്ചു. CLC ഡയറക്ടർ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ തോമസ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബെറ്റി അലക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CLC പ്രസിഡന്റ് ജിജോ ജോർജ്, സോണി തോമസ്, ബിജു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ ജോമോൻ ചുങ്കത്ത്, നെൽസൺ VJ, മെൻസി ജാക്സൺ, ജോൺസൺ ജേക്കബ്, ജിഷ മെജോ, ബാബു MD, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. അഞ്ഞൂർ ഇമ്മാനുവൽ സൺഡേ സ്കൂളിന്റെ ശതാബ്ദി സ്മാരക മന്ദിരം കൂദാശ ചെയ്തു. ശുശ്രൂഷകൾക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂദാശയോടനുബന്ധിച്ച് ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു മുഖ്യാതിഥിയായി. വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നബീൽ NMK, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഇടവക സെക്രട്ടറി ജോഷി ജോസ്, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവകയ്ക്ക് വേണ്ടി സംഭാവനയായി സൺഡേ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു നൽകിയ വിൽസൺ ഇട്ടോപ്പ് കുണ്ടുകുളങ്ങരയെ ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ ഷാബു മണ്ടുമാൽ, ജൂബി ജോർജ് എന്നിവർ ഉൾപ്പെടുന്ന സൺഡേ സ്കൂൾ ബിൽഡിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വടക്കേക്കാട് ICA സ്കൂളിൽ ആനുവൽ ഡേ യാദ് രാത് 2026 ആഘോഷിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നബീൽ NMK, ICA പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർ RM ബക്കർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് യൂനുസ് സ്കൂൾ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ICS സീനിയർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് RV അബ്ദുൾ മജീദ്, സെക്രട്ടറി OM മുഹമ്മദ് അലി ഹാജി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബേബി നാസ് എന്നിവർ സംസാരിച്ചു. ICA മാനേജ്മെന്റ് ഭാരവാഹികൾ വിശിഷ്ടാതിഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. ICAയിലെ നോൺ ടീച്ചിംഗ് സ്റ്റാഫിന് സ്നേഹഭവനം ഒരുക്കുന്നതിനായി ഭക്ഷ്യമേളയിലൂടെ വിദ്യാർത്ഥികൾ സമാഹരിച്ച 2,23,786 രൂപ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജിക്ക് കൈമാറി. തുടർന്ന് LSS, USS, രാജ്യപുരസ്കാർ, വിവിധ സ്കൂൾ തല മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.